പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നോമ്പ് തുറപ്പിക്കുന്നവന് ലഭിക്കുന്ന മഹത്വവും പ്രതിഫലവും എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ അവസാന നിമിഷത്തിൽ സ്വഹാബാ കിറാമിനോട് അതിവിശാലമായൊരു പ്രഭാഷണം നടത്തി. അതിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ മഹത്വവും പ്രതിഫലവും പറഞ്ഞ് കൂട്ടത്തിൽ ഹബീബായ തങ്ങൾ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നവന് ലഭിക്കുന്ന മഹത്വവും പറഞ്ഞു. തങ്ങൾ പറയുകയാണ്, മൻ ഫത്തറ ഫീഹി സ്വാഇമൻ കാന ലഹു മഗ്ഫിറത്തുൻ ലിദുനൂബിഹി വ ഇത്ക റഖബതിഹി മിനന്നാർ. ആരെങ്കിലും പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ദോഷം മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും നരകത്തിൽ നിന്നുള്ള മോചനം അല്ലാഹു തആല നൽകുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി. തങ്ങൾ പറയുകയാണ്, നോമ്പെടുത്ത വ്യക്തിക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം അതുപോലെ ഒന്നും അവന് കുറയാതെ തന്നെ അതുപോലത്തെ ഒരു പ്രതിഫലം നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും അല്ലാഹു തആല നൽകുന്നതാണ്. ഇത്രയും വിശാലമായി പറഞ്ഞു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നവന്റെ മഹത്വം. മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, റമളാൻ മാസത്തിൽ ഒരാൾ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ സ്വല്ലത്ത് അലൈഹിൽ മലായികത്തു ലയാലിയ റമളാന കുല്ലഹ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ എല്ലാ രാത്രികളിലും അള്ളാഹുവിന്റെ മലായികത്തുൽ കിറാം അവന് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നു, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വസാഫഹു ജിബ്രീലു അലൈഹി സ്വലാത്തു വസ്സലാം ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് തുറപ്പിച്ച വ്യക്തിയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. എന്നിട്ട് മഹാന്മാർ ഹബീബായ തങ്ങൾ പറയാൻ, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരാളുടെ കൈ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്താൽ സംഭവിക്കുന്നത് എന്താണ്? അവന്റെ ഖൽബ് മയപ്പെടുകയും കണ്ണുനീർ അധികരിക്കുകയും ചെയ്യുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് സ്വഹാബത്തെ കിറാമിന് ഒരു വിഭാഗം ആളുകൾക്ക് വല്ലാത്ത വിഷമം. അവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടത്തോടുകൂടെ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് അലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു ബിഹി. ഹബീബായ തങ്ങളെ, അങ്ങ് പറഞ്ഞ ഈ ഒരു വലിയ മഹത്വം കിട്ടാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുകാരനെ തുറപ്പിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കില്ലല്ലോ തങ്ങളെ. അത്രയും വലിയ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലായിരുന്നു സ്വഹാബത്ത് ജീവിച്ചിരുന്നത്. അവർക്ക് ഈ വിശാലമായിട്ട് നോമ്പ് തുറപ്പിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് സങ്കടപ്പെട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സമാധാനപ്പെടുത്തി. അവരോട് മയമായി ഹബീബായ തങ്ങൾ പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് കണ്ടോ, ഈ പറയപ്പെട്ട മഹത്വം യുഅതില്ലാഹു ഹാദ സവാബ മൻ ഫത്തറ സായിമൻ അലാ മുദ്ഖത്തി ലബനിൻ ഔ തംറത്തിൻ ഔ ശുർബത്തിൻ മിമ്മാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണക്കാരന് മാത്രം പ്രതിഫലം കൊയ്യാനുള്ള മതമല്ല ഇസ്ലാം, പാവപ്പെട്ടവനും ദരിദ്രർക്കും ഈ പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് അതാ പ്രതിഫലവും മഹത്വവും കൊയ്യാനുള്ള അവസരം അവർക്കുമുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഹബീബായ തങ്ങൾ പറയുന്നത്, സ്വഹാബത്തുൽ കിറാമേ, നിങ്ങൾക്ക് അല്ലാഹു തആല അങ്ങനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്കും അല്ലാഹു തആല പ്രതിഫലം നൽകും. മൻ ഫത്തറ സായിമൻ അലാ മുദ്ഖത്തി ലബനിൻ, ഒരു പാല് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, പാല് കൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വെള്ളം ചേർത്തുകൊണ്ടുള്ള പാൽ കൊണ്ടെങ്കിലും നിങ്ങൾ നോമ്പ് തുറപ്പിക്കുക. ഔ തംറത്തിൻ, അല്ലെങ്കിൽ ഈത്തപ്പഴം കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിക്കുക. ഔ ശുർബത്തിൻ മിൻ മാഇൻ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നുള്ള ഒരു ഇറക്ക് കൊടുത്തിട്ടെങ്കിലും ഒരു നോമ്പുകാരനെ നിങ്ങൾ നോമ്പ് തുറപ്പിക്കുക. എന്നാൽ ഈ മഹത്വം നിങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. അപ്പൊ സ്വഹാബത്തുൽ കിറാമിന് സന്തോഷമായി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തുടരുകയാണ്, വമൻ അസ്ബഅ സായിമൻ സഖാഹു അല്ലാഹു മിൻ ഹൗദി ശുർബത്തൻ ലാ യളമഉ ഹത്താ യദ്ഖുലൽ ജന്ന. എന്നാൽ വിശാലമായി ഒരു നോമ്പുകാരന്റെ വിശപ്പടക്കാൻ പറ്റുന്ന രൂപത്തിൽ, വയറ് നിറക്കാൻ പറ്റുന്ന രൂപത്തിൽ വിശാലമായി ഒരാൾക്ക് നോമ്പ് തുറപ്പിക്കാൻ പറ്റുമെങ്കിൽ അല്ലാഹു തആല അവർക്ക് എന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ നാളെ ആഖിറത്തിൽ വെച്ച് നൽകുന്നതാണ്. ആ വെള്ളം കുടിച്ചാൽ ലാ യളമഉ ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിലെത്തുന്നത് വരെ അവർക്ക് ദാഹമില്ല. ദാഹിച്ചു വലയുന്ന മഹ്ശറ ലോകത്ത് അല്ലാഹു തആല നല്ല എല്ലാവിധ ദാഹവും അകറ്റാൻ പറ്റുന്ന ദാഹശമനിയായി എന്റെ ഹൗദിൽ നിന്ന് അല്ലാഹു അവർക്ക് വെള്ളം നൽകുന്നതാണ്.
എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെയും സമാധാനപ്പെടുത്തി. അതുകൊണ്ട് പരമാവധി ആളുകൾ നോമ്പ് തുറപ്പിക്കാനുള്ള ആളുകളെ കണ്ടെത്തുകയും നോമ്പ് തുറപ്പിക്കുകയും ചെയ്യുക. അത്തരം വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്ക് അതിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. www.hubburrasool.net